നമസ്കാരം. ഞങ്ങൾ ഇന്ന് വലിയൊരു ട്രെയിൻ യാത്ര പോവുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനായ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ആസാമിലെ ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നീ 3 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ അവസാന ഭാഗമായ കന്യാകുമാരിയിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടുന്ന് നോക്കിയാൽ തന്നെ തൊട്ടു മുന്നിലായി വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും നമുക്ക് കാണാനായി സാധിക്കും. ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള അവസാന സ്റ്റേഷൻ. ഒരു ഡെഡ് എൻഡ് സ്റ്റേഷനാണിത്. അതുപോലെ തന്നെ ഇപ്പം നിലവിലിവിടെ റെനോവേഷൻ്റെ വർക്കുകളൊക്കെ നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത പ്ലാറ്റ്ഫോമിലാണെന്നൊക്കെ നോക്കി നേരെ കയറാം. സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ഇവിടെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ വലിയൊരു ഫോട്ടോ ഉണ്ട്. ഇവിടെ മുതലാണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ആകെ 6 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ളത് അങ്ങ് അവിടെയാണ്. 2, 3, 4, 5, 6 അങ്ങനെയാണ്. വിവേക് എക്സ്പ്രസ് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് പറയുന്നത്. 4:27 പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് ഇതാ വിവേക് എക്സ്പ്രസ് കടന്നു വരികയാണ്. നാഗർകോവിൽ ഭാഗത്ത് ഇപ്പോഴാണ് ട്രെയിൻ വരുന്നത്. ഇതേ ലോക്കോമോട്ടീവ് തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ മുൻഭാഗത്ത് ഉണ്ടാവുക. ഇവിടെയൊക്കെ അൺറിസേർവ്ഡ് കോച്ചാണ്. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 4 അൺറിസേർവ്ഡ് കോച്ചുകളാണുള്ളത്. 7 സ്ലീപ്പർ ക്ലാസ്, 6 തേർഡ് AC, 2 സെക്കൻഡ് AC. അതിൽ ഞങ്ങളിന്ന് ദിബ്രുഗഡ് വരെ ട്രാവൽ ചെയ്യുന്ന കോച്ച് തേർഡ് AC ആണ്, B4. അത് ഈ ഭാഗത്തായിട്ട് തന്നെയാണ് വരിക. കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൻ്റെ നമ്പർ 22-503 അപ്പോൾ ഈ കോച്ചിൽ ഇനിയിപ്പോൾ നമുക്ക് കയറാം. നോർത്ത് ഈസ്റ്റ് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇനി 3 ദിവസം യാത്ര ചെയ്യാനുള്ള കോച്ച്. B4ൽ ഞങ്ങളുടെ ബെർത്ത് ഇവിടെ ആയിട്ടാണ്. 43 അപ്പർ ബെർത്ത്, 46 മറ്റൊരു അപ്പർ ബെർത്ത്. 3 നൈറ്റ് ഇനിയിപ്പം ഇവിടെ കിടന്നുറങ്ങേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ചാർജിങ് പോയിന്റ് ഇതാ ഇവിടെ 3 എണ്ണം, ഇവിടെയും 3 എണ്ണം. ഒരുപാട് ചാർജിങ് പോയിന്റ് ഉണ്ട്. കോച്ചിൻ്റെ അകം കണ്ടിട്ട് കുഴപ്പമില്ല, വൃത്തിയുള്ള ഒരു നല്ലൊരു കോച്ചായിട്ട് തന്നെയാണ് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. വൃത്തികേടായിട്ട് ഒരു ഭാഗത്തൊന്നും തന്നെ ഇല്ല. പിന്നെ സൈഡ് അപ്പറിൻ്റെ അവിടെയും ചാർജിങ് പോയിന്റ് ഉണ്ട്, ഇതാ ഇവിടെയും ഉണ്ട്. ലോക്കോമോട്ടീവ് ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണ് ലോക്കോ. വിശാഖപട്ടണം വരെ ഈ ലോക്കോമോട്ടീവാണ് ഉണ്ടാവുക. അവിടുന്ന് ലോക്കോ റിവേഴ്സലുണ്ട്. അതുപോലെ തന്നെ ന്യൂ ജൽപൈഗുഡിയിൽ നിന്ന് ദിബ്രുഗഡ് വരെ ഡീസൽ ലോക്കോമോട്ടീവാണ് ഉണ്ടാവുക. വിവേക് എക്സ്പ്രസ് എന്നുള്ള ഒരു ബോർഡ് ഇതാ. ഇവിടുന്ന് നേരെ നടന്ന് നമ്മുടെ കോച്ചിലോട്ട് തന്നെ പോവാം. ട്രെയിൻ പുറപ്പെടാൻ ഒരു 20 മിനിറ്റും കൂടി ഉണ്ട്. ഈ ട്രെയിൻ നേരത്തെയൊന്നും കന്യാകുമാരി സ്റ്റേഷനിൽ കൊണ്ടുവിടില്ല. കാരണം ഇതിന്റെ സെക്കൻഡറി മെയിൻ്റനൻസും ക്ലീനിങ് ഒക്കെ നാഗർകോവിൽ ജംഗ്ഷനിലാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ആ ഒരു ടൈം ആകുമ്പോൾ മാത്രമേ ഇവിടത്തേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ തേർഡ് AC ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 മാസം മുന്നേ ആണ്. ബുക്കിംഗ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു 8 മണി ആ സമയത്ത് തന്നെ ഞങ്ങൾ 2 അപ്പർ ബർത്ത് ഓപ്ഷൻ കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം അത്രമാത്രം ഡിമാൻഡാണ് ഇതിൽ ടിക്കറ്റ് കിട്ടാൻ തന്നെ. നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കന്യാകുമാരി നിന്ന് ദിബ്രുഗഡ് വരെ ഒരാൾക്ക് തേർഡ് AC വന്ന ടിക്കറ്റ് ചാർജ് 3015 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് ഇവിടുന്ന് കയറുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ബുധനാഴ്ച വൈകിട്ട് ആകുമ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തും. 76 മണിക്കൂർ എടുക്കുന്നുണ്ട് എന്താ പറയാ റണ്ണിങ് ടൈം. അതുപോലെ തന്നെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. കന്യാകുമാരിയിൽ നിന്ന് കറക്റ്റ് 5:25 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. കന്യാകുമാരിക്കും ദിബ്രുഗഡിനിടയിൽ ഈ ട്രെയിൻ ആകെ 57 സ്റ്റോപ്പുകളാണുള്ളത്. നാഗർകോവിൽ, MGR, ചെന്നൈ സെൻട്രൽ ആ ട്രെയിനാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. കന്യാകുമാരി ചെന്നൈ എഗ്മോർ സൂപ്പർഫാസ്റ്റ് ആണ് ഇവിടെ. ഇത് തന്നെയാണ് KSR ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ളത്.
കന്യാകുമാരിയിൽ നിന്ന് ട്രെയിൻ എടുത്തല്ലോ. നിലവിൽ ഈ വാഷേരിയൻ്റെ ഇവിടുത്തെ വൃത്തിയൊക്കെ എങ്ങനെയാണ്, ഇനി നാളേക്ക് ആവണം ഇവിടുത്തെ കാര്യമൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആവുന്നതൊക്കെ. ടോയ്ലറ്റ് ആണെങ്കിൽ ഇപ്പോൾ നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പർ ബർത്തിൻ്റെ മുകളിൽ ഞങ്ങളുടെ ഈ ബാഗില്ലേ ചെറിയൊരു ചങ്ങലയൊക്കെ വെച്ച് ഇവിടെ കെട്ടിയിട്ടുണ്ട്. അരുണ എക്സ്പ്രസ്സിൽ ഇതേപോലെ കിട്ടിയ സമയത്ത് ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. കള്ളന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി കൂടെയാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ. ഒരു പരിധി വരെ ഒരു സേഫ്റ്റി അത്രേ ഉള്ളൂ, അല്ലാതെ അതിൽ വേറെ ഒന്നും കാണണ്ട. അപ്പോൾ ഒരാൾക്ക് പെട്ടെന്നൊന്നും വന്നിട്ട് ഇത് ഇവിടുന്ന് എടുത്ത് പെട്ടെന്ന് നമ്മൾ നോർമൽ ബാഗ് ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് എടുത്ത് ഓടിപ്പോകുന്ന പോലെ പെട്ടെന്ന് ഇതൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതിന്റെ താഴെ ആൾക്കാരൊക്കെ വരുമല്ലോ അല്ലേ. തീർച്ചയായും. അതുപോലെ തന്നെ നമ്മള് സാധാരണഗതിയിലല്ല ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ പല ഊട് വഴിക്കിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ട്രെയിൻ അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറകിലായി മലനിരകൾ നമുക്ക് കാണാം. 5:49 ട്രെയിൻ ഇതാ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഈ ഭാഗത്താണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഒരു WG9 ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് നാളായി തോന്നുന്നു നിർത്തിയിട്ടിരിക്കും തോന്നുന്നു. 2 വീലർ പാർക്കിംഗ് ഇവിടെയാണ്. എനിക്ക് ഇവിടെ നിന്നൊരു സമൂസ വാങ്ങിക്കണം എന്നുണ്ട്. ഇവിടെ തന്നെ ഒരു കടയുണ്ടല്ലോ, സമൂസ 2 സമൂസ. ചായൻ്റെ സമയമായല്ലോ, ഞങ്ങൾ 3 സമൂസ വാങ്ങിച്ചിരിക്കുകയാണ്. നല്ല ചൂട് സമൂസ കഴിക്കുക. ഉണിയ സമൂസയാണ് ഇത്. അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷൻ ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. 10 മിനിറ്റിന് മുകളിൽ ഇവിടെ നിന്നു. NCJ എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇനി അടുത്ത സ്റ്റോപ്പ് തിരുവനന്തപുരം സെൻട്രൽ. വിവേക് എക്സ്പ്രസിൻ്റെ സെക്കൻഡറി മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ടാണ് അതൊക്കെ ചെയ്യുക. നാഗർകോവിൽ ജംഗ്ഷൻ വരെ കാരണം ഇപ്പം നമ്മൾ വന്ന കന്യാകുമാരി റൂട്ട് ഇനിയിപ്പോൾ പോകുന്ന തിരുവനന്തപുരം സൈഡ്, മറ്റൊന്നുള്ളത് നേരെ തിരുനെൽവേലി. ഇതാ ഇവിടെ നിന്നൊരു റൂട്ടിപ്പോൾ ടേൺ ചെയ്ത് പോകും. ഇതൊരു 1.5 വളവാണ്. നല്ല റൂട്ടായത്, മലനിരകളൊക്കെ നിറഞ്ഞ അടിപൊളി റൂട്ട്. നെൽകൃഷിയാണിത്. തൊട്ട് പുറകിലായി മലനിരകൾ കാണാം. ഇന്ത്യൻ റെയിൽവേയിലത്തെ മുഴുവൻ ട്രെയിനുകൾക്ക് ഇപ്പോൾ ബയോ ടോയ്ലറ്റ് ആണ്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റ് വേസ്റ്റ് നേരെ ട്രാക്കിലേക്കാണ് പോവുക. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന കുറച്ച് ട്രെയിനുകൾക്ക് ഇപ്പോഴും ബയോ ടോയ്ലറ്റ് ഇല്ല. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പോയ നമ്മൾ തിരുവനന്തപുരം സിൽച്ചർ അരുണ എക്സ്പ്രസ്സിന് നമ്മൾ കയറിയ കോച്ചിലൊന്നും ബയോ ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. സമാനമായ അവസ്ഥ തന്നെയാണ് അസമിലേക്ക് പോകുന്ന മറ്റൊരു ട്രെയിനായ വിവേക് എക്സ്പ്രസ്സിനും. ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഈ ടോയ്ലറ്റിൽ കാണിച്ചു തരാം. ഈ ടോയ്ലറ്റ് കണ്ട നമ്മുടെ മനുഷ്യ വിസർജ്ജയ്ക്ക് നേരെ പോകുന്നത് ട്രാക്കിലേക്കാണ്. ഇത് ബയോ ടോയ്ലറ്റ് അല്ല, അതായത് ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ ട്രാക്കിലേക്ക് പോകും. അപ്പോഴാണ് ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ നല്ല രീതിയിലുള്ള നാറ്റം വരുന്നത്. വെൽക്കം ടു നെയ്യാറ്റിൻകര സ്റ്റേഷൻ. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പൊന്നുമില്ല, ഏതോ വണ്ടി പോകാനുള്ള ക്രോസിംഗ് ആണ്. മിക്കവാറും പരശുറാം എക്സ്പ്രസ് ആണോ എന്നൊരു സംശയമുണ്ട്. മംഗളൂരു സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ദിബ്രുഗഡിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള എക്സ്പ്രസ് ഇന്ന് വെളുപ്പിനാണ് കന്യാകുമാരി എത്തിയത്. ഇതിൻ്റെ ആ ഒരു രാവിലെ എത്തിയ സമയത്ത് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്തൊരു വൃത്തിയാണെന്ന് നോക്കിയേ. ഇതിൻ്റെ അകത്ത് ക്ലീനൊക്കെ ആക്കിയവരെ സമ്മതിക്കണം, അത്രയും നല്ല നീറ്റായിട്ടുണ്ട്. ഇപ്പം 7:52 ട്രെയിൻ ഇതാ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്.
ഇനിയിപ്പോൾ ഇവിടുന്ന് കയറേണ്ട തിരക്ക് നിങ്ങൾ നോക്കിക്കോ. മെയിനായിട്ട് അൺറിസേർവ്ഡിൽ തൊട്ട് മുന്നിൽ കാണുന്ന ട്രെയിൻ അമൃത എക്സ്പ്രസ് ആണ്. രാത്രിക്ക് ഇവിടുന്ന് ഇതാ ഞങ്ങൾ ഭക്ഷണം വാങ്ങിച്ചിരിക്കുകയാണ്. ചപ്പാത്തിയാണ് വാങ്ങിച്ചത്. പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോവാം. 15 മിനിറ്റിന് മുകളിൽ തിരുവനന്തപുരത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് മംഗലാപുരം എക്സ്പ്രസ് ആണ്. രാത്രി 8:55 പുറപ്പെടുന്നത്. അതിന് അറ്റാച്ച് ചെയ്യാനുള്ള ലോക്കോമോട്ടീവാണ്. ചപ്പാത്തിയും ഒരു വെജ് കറിയാണ്. ഒരെണ്ണത്തിന് 80 രൂപയാണ്. ഇതിൽ എഴുതിയിട്ട് തന്നെ ഉണ്ട്. ചപ്പാത്തി ഇവിടെ ഉണ്ട്, വെജ് കറി ഇവിടെയും ഉണ്ട്. ചപ്പാത്തിയിലേക്ക് ഇതാ വെജ് കുറുമ അങ്ങ് ഒഴിക്കാം. 9:01 ട്രെയിൻ ഇതാ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് റെനോവേഷനാണ്. കൊല്ലത്ത് 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ വിവേക് എക്സ്പ്രസ്സിന് കേരളത്തിലാകെ 8 സ്റ്റോപ്പുകളാണുള്ളത്. ഇനിയിപ്പം നേരെ കോട്ടയം വഴിയാണ് പോകുന്നത്. അടുത്ത സ്റ്റോപ്പ് ചെങ്ങന്നൂർ. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിബ്രുഗഡിൽ നിന്ന് പുറപ്പെട്ട വിവേക് എക്സ്പ്രസ് ഇതാ 3 മണിക്കൂർ ലേറ്റായി കൊല്ലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2 വിവേക് എക്സ്പ്രസ്സിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ബെർത്തിൻ്റെ ഇവിടെ വിരിച്ച് സെറ്റാക്കി. താഴെ ഒരു കമ്പിളി വിരിച്ചിട്ടുണ്ട്. ഈ കോച്ചിലുണ്ടല്ലോ ഈ കമ്പിളി കമ്മിയാണ്. അതായത് പല ബെർത്തിലും കമ്പിളി ഇല്ല. നേരത്തെ ഇതിൽ യാത്ര ചെയ്ത എല്ലാവരും ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകും. പിന്നെ ഇതിൽ വേറെ ഒരു കൊടുക്കാൻ കമ്പിളി ഇല്ലല്ലോ. അപ്പം ഇവിടെ താഴെ ഒരെണ്ണം വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അകത്തുണ്ട്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള വണ്ടിയാണിത്. ടിൻഷൂക്കെ ഡിവിഷൻ്റെ കീഴിലാണ് ഈ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 2 ബെഡ്ഷീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഇവിടെ ഒരു പില്ലോ കൂടി ഉണ്ട്. സമയം 10 മണിയായി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ശബരിമലയിലേക്ക് പോകേണ്ടി വരും. പരുമല തീർത്ഥാടകർക്കും ഇവിടെ ഇറങ്ങാം. ഇവിടെ നിന്ന് 10 കിലോമീറ്ററാണ് പരുമലയിലേക്കുള്ളത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഈ ട്രെയിന് കായംകുളത്ത് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തിരുവല്ലയിലും സ്റ്റോപ്പില്ല. ഇനിയിപ്പോൾ അടുത്തത് കോട്ടയാണ്. പത്ത് 37 ട്രെയിൻ ഇതാ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 മിനിറ്റിൻ്റെ ട്രെയിൻ സ്റ്റോപ്പ്. ബസ് സ്റ്റാൻഡ് അങ്ങ് അവിടെയാണ്. ഇനി ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് എറണാകുളം ടൗൺ ആണ്. അത് കഴിഞ്ഞാൽ ആലുവ, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ട്രെയിൻ കടന്നു വന്നത്. അപ്പം ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ രാവിലെ നമുക്കൊരു 6 മണിക്ക് ശേഷം ബാക്കി വീഡിയോ പകർത്താം. അപ്പം ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7:12. സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതേ നമ്മളെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ചെറുതായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉള്ളൂ. പക്ഷെ വലിയൊരു ഡിലേ ഒന്നുമില്ല. അപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കുഴപ്പമില്ല. രാത്രിക്ക് എറണാകുളത്തേക്ക് വണ്ടി എത്തിയ സമയത്തുണ്ട് ഭയങ്കര ഒച്ചപ്പാടും പോലായിരുന്നു. വണ്ടി ഇപ്പോൾ ആൽമോസ്റ്റ് ഫുള്ളായി എന്ന് പറയാം. പിന്നുണ്ടല്ലോ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കാട്ട്പാടിയാണ്. ഒരു 10 മണി കഴിയും. അതിന് മുന്നേ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം രാവിലെ തന്നെ ഇവിടുന്ന് വാങ്ങാമെന്ന് കരുതി. ഇപ്പോഴത്തെ കാട്ട്പാടിക്ക് മുന്നേ തന്നെ ഭക്ഷണം വാങ്ങിച്ചിട്ട് കയറാന്ന് കരുതി. ഇവിടെ തന്നെ വാങ്ങിക്കാം.
ഇഡ്ഡലി മതി 2 ഇഡ്ഡലി. ഇല്ല, വണ്ടി എടുക്കാൻ പറ്റില്ല. 7:16 സേലം ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി 205 കിലോമീറ്റർ ഉണ്ട് കാട്ട്പാടിയിലേക്ക്. അതിനിടയിൽ ജോളാർപേട്ടയിലൊന്നും സ്റ്റോപ്പില്ല. രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് റെഡിയാവാന്ന് കരുതി. അധികം ആൾക്കാരൊന്നും ഉറങ്ങി എഴുന്നേറ്റിട്ടൊന്നുമില്ല. അതിനിപ്പോൾ നല്ല സ്പീഡെടുത്ത് തുടങ്ങി. എന്തായാലും ഒരു 110 മുകളിൽ എന്തായാലും പോകും വണ്ടി. സേലത്ത് നിന്ന് വാങ്ങിച്ച ഇഡ്ഡലിയോടെ കഴിക്കാമെന്ന് കരുതി. 3 ഇഡ്ഡലിയും ഒരു മെതുവട. പൈസ 60 രൂപയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് സാമ്പാറാണോ ചട്നിയാണോ അറിയില്ല, പൊട്ടിച്ച് നോക്കണം. ഇനി സാമ്പാറും ഉണ്ട് ചട്നിയുണ്ട്. ഇതിൻ്റെ അകത്താണ് ചട്നി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് സാമ്പാറാണ്. വടയുണ്ട്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയുണ്ട്. ചൂടോടെ തന്നെ കഴിക്കാൻ കയറി. കാരണം ഇതിൻ്റെ അകത്ത് അധികം നേരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് വരും. കാരണം നല്ല കൂളിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. 9:35 ട്രെയിൻ അങ്ങനെ കാട്ട്പാടി ജംഗ്ഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിഫോർ ടൈമാണ്. ഇവിടെ 9:55 ട്രെയിൻ എത്തേണ്ടത്. ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 5ാമത്തെ ട്രെയിനായ അസാമിലെ ടിൻസൂക്കിയിൽ നിന്ന് കർണാടകയിലെ SMVT ബാംഗ്ലൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഇതങ്ങ് അവിടെയുണ്ട്. കാട്ട്പാടിയിൽ 5 മിനിറ്റാണ് സ്റ്റോപ്പ്. പക്ഷേ വണ്ടി നേരത്തെ എത്തിയതുകൊണ്ട് ഇനി ഇപ്പോഴേ എടുക്കൂല, ഒരുപാട് സമയമുണ്ട്. ഇതാണ് ആ ഒരു ടിൻസൂക്കി SMVT ബാംഗ്ലൂർ എക്സ്പ്രസ്. അതായത് ദിബ്രുഗഡിൻ്റെ തൊട്ടടുത്ത സ്ഥലം തന്നെയാണ് ടിൻസൂക്കിയ. ഇതൊരു ലോങ്ങസ്റ്റ് വണ്ടി തന്നെയാണല്ലോ. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ദൈർഘ്യമേറിയ 24ാമത്തെ ട്രെയിനാണിത്. അതായത് 4000 കിലോമീറ്ററിന് മുകളിൽ ഓടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. 4153 കിലോമീറ്ററാണ് ഇത് ടോട്ടലായിട്ട് ഓടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ലോങ്സ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ യാത്ര ചെയ്ത തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്ററിലേക്ക് പോകുന്ന അർണോ എക്സ്പ്രസ് ആണ്. അത് 3915 കിലോമീറ്ററാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ ലോങ്സ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് നമ്മുടെ ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി ഘട്ടത്തിലേക്ക് പോകുന്ന ഹിമസാഗറാണ്. അത് 3788 കിലോമീറ്ററാണ് ടോട്ടൽ ഓടുന്നത്. പിന്നെ 4-5 എന്ന് പറയുന്നത് നമ്മുടെ തിരുനെൽവേലിയിൽ നിന്ന് കട്ടറയിലേക്ക് പോകുന്ന നവയുഗ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ ടിൻസുക്കിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന വണ്ടി. അതൊക്കെയാണ് ആ ഒരു റാങ്കിങ്ങിൽ വരുന്ന മറ്റു വണ്ടികൾ. അതുപോലെ തന്നെ ഈ ട്രെയിൻ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്, കേരളം, ആന്ധ്ര, ഒഡീഷ, ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, നാഗാലാൻഡ്, ഫൈനലി ആസാം. ഇങ്ങനത്തെ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മളെ ട്രെയിൻ കടന്നു പോകുന്നത്. ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിനാകെ 15 റേക്കുകളാണുള്ളത്. ഇതിന്റെ റേക്ക് ഷെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് കന്യാകുമാരി ദിബ്രുഗഡ്, മറ്റൊന്ന് ദിബ്രുഗഡ് നിന്ന് ഹൗഡയിലേക്ക് പോകുന്ന കാമറൂപ്പ് എക്സ്പ്രസ്, മറ്റൊന്ന് ദിബ്രുഗഡ് നിന്ന് മുംബൈ LTTയിലേക്ക് പോകുന്ന എക്സ്പ്രസ്, പിന്നെ ഒന്നുള്ളത് ദിബ്രുഗഡ് നിന്ന് ചണ്ഡീഗഡിലേക്ക് പോകുന്ന എക്സ്പ്രസ്. അപ്പം 4 ട്രെയിനുകളായിട്ടാണ് റേക്ക് ഷെയറിങ് വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഓരോ റെയിൽവേ സ്റ്റേഷനും എത്രത്തോളം മലിനമാണെന്ന് നോക്കിയേ. ഇവിടെ ഒരു പൈപ്പ് കണ്ട, ഈ പൈപ്പിലത്തെ ഈ കണക്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണല്ലോ ട്രെയിനിൻ്റെ ഇതിലോട്ട് നിറക്കുന്നത്. അതായത് ആ വേസ്റ്റ് വെള്ളത്തിലാണ് നിലവിലിപ്പോൾ ആ പൈപ്പ് കിടക്കുന്നത്. നമ്മളെപ്പോലുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പല രോഗങ്ങളും വരുമല്ലോ. അത് ആ വെള്ളം തന്നെയാണല്ലോ നമ്മൾ മുഖം കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത്. പല്ല് തേച്ച് വായി കഴുകാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വായി കഴുകാനെല്ലാം ഈ വെള്ളം തന്നെയല്ലേ ഉപയോഗിക്കുക. അതായത് ഈ പൈപ്പിൻ്റെ അറ്റം കിടക്കുന്ന ആ വേസ്റ്റ് വെള്ളത്തിലാണ്. കാട്ട്പാടിയിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തത് ഇനി ആന്ധ്രാപ്രദേശിലാണ് സ്റ്റോപ്പ്, റേണിഗുണ്ട. യാത്രയുടെ 2ാമത്തെ ദിവസമാണല്ലോ. ആന്ധ്രാപ്രദേശ് പോലും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോഴത്തേക്കും ഭാഷ ഏരിയൻ്റെ ഇതാണ് ഈ ഭാഗം മുഴുവനും ബ്ലോക്കായി. ഗുഡ് കേക്ക് ചവച്ച് അതിലേക്ക് തന്നെ തുമ്പി അത് ബ്ലോക്കായി. ഇനി ഇതിൻ്റെ ആൾക്കാർ വരണം. ഈ ട്രെയിനിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത് പറയാനാണ്. ട്രെയിൻ ഇപ്പം 130 km/h സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്.
വിവേക് എക്സ്പ്രസിന് നല്ല സ്പീഡുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ ഡിലേ ഒന്നുമില്ല. ഇന്ന് ഓൺ ടൈം തന്നെയാണ്. 1:30. ഏതോ സ്റ്റേഷൻ എത്തി. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നത്. ഇവിടെ നിന്നൊക്കെ സ്പോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. ടാറ്റാനഗർ എറണാകുളമാണ് ഈ പോകുന്നത്. ജാർഖണ്ഡിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിൻ. പന്ത്രണ്ട് 1 ട്രെയിൻ ഇതാ റേണിഗുണ്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ്. അതുപോലെ തന്നെ സദേൺ റെയിൽവേയിൽ നിന്ന് സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മുടെ ബർത്തിലേക്ക് തന്നെ കൊണ്ടുതരും. ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. നമുക്കുള്ള ഫുഡ് വരുന്നുണ്ട് കേട്ടോ. ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട്. അപ്പം മിക്കവാറും അത് തന്നെ ആവാനായിരിക്കും ചാൻസ്. ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒരുപാട് ഫുഡൊക്കെ വേറെയും പോകുന്നുണ്ട്. സമൂസ പോകുന്നുണ്ട്, എഗ് വെജ് ബിരിയാണിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ പേയ്മെന്റ് ഒക്കെ നവി ചെയ്ത് കൊടുത്തോ കേട്ടോ. ഓൺലൈൻ വഴി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഇവിടെ ക്യാഷ് ആയിട്ടും കൊടുക്കാം, ഓൺലൈൻ വഴിയും കൊടുക്കാം. ഫുഡ് വന്നിരിക്കുകയാണ്. ഇതാ കറക്റ്റ് നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടുവന്നു. റേണിഗുണ്ടയിൽ 10 മിനിറ്റ് ആണ് വിവേക് എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പേര് വിവേക് എന്നാണല്ലോ. അതായത് നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ പേരാണ് ഈ ട്രെയിൻ നൽകിയത്. 2011-12 സമയത്ത് റെയിൽവേ ബജറ്റിൽ അവതരിപ്പിച്ച ട്രെയിനാണ് ഈ പറഞ്ഞ ട്രെയിനുകളൊക്കെ. അപ്പം ഈ വിവേക് എന്നതിന് പുറമെ വേറെ 3 ട്രെയിനുകൾ കൂടി ഇതേ പേരിലോടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പം എന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഈ പേര് നൽകാൻ കാരണം 2013 വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ട്രെയിനുകൾക്കൊക്കെ ആ ഒരു പേര് നൽകിയത്. അപ്പോൾ മറ്റ് ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ മറ്റ് 3 വിവേക് ഉണ്ട് ഇതിന് പുറമെ. അതായത് നമ്മുടെ മുംബൈ ബാന്ദ്രയിൽ നിന്ന് ജമ്മു താവിലേക്ക് പോകുന്ന ഒരു വണ്ടി, അതിന് ഞങ്ങൾ ഒരിക്കലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരത്ത് നിന്ന് കൊൽക്കത്തയിലേക്ക് സാന്ദ്രകാച്ചിലേക്ക് പോകുന്നൊരു വിവേക്. പിന്നൊന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് ഗുജറാത്തിലെ ഓക്കയിലേക്ക് പോകുന്ന ഒരു വിവേക്. ഈ പറയുന്ന ട്രെയിനിലത്തെ ഏറ്റവും മെയിൻ ഒരു വിവേക് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന ഇത് പറഞ്ഞ ട്രെയിൻ തന്നെയാണ്. കാരണം ഇതാണല്ലോ ഏറ്റവും ലോങ്ങസ്റ്റ്. പിന്നെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യയിലത്തെ ഓരോ ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്കാണ്. അതായത് നമ്മുടെ ഇന്ന് യാത്ര ചെയ്യുന്നത് തെക്കുന്ന് വടക്ക് കിഴക്കൻ ഭാഗത്തേക്കാണല്ലോ. മറ്റൊരു ട്രെയിനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തൂത്തുക്കുടിയിൽ നിന്ന് പോകുന്നതാണെങ്കിൽ തെക്കുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. മറ്റേ ജമ്മുതാവിൻ്റെ വണ്ടിയാണെങ്കിലോ അതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് നമ്മുടെ നോർത്ത്, അതായത് വടക്ക് ഭാഗത്തേക്കാണ്. അതുപോലെ തന്നെ സാന്ദ്രകാച്ചി എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാം അങ്ങനെയുള്ളൊരു കാറ്റഗറിയാണ് ഒരു വിവേക്. അങ്ങനെ റേണിഗുണ്ടയിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. തിരുപ്പതിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ട്രെയിൻ ഇറങ്ങി നമുക്ക് പോവാം. 10 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞങ്ങൾ വാങ്ങിച്ചത് ആന്ധ്ര മീലാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്ത് ഓരോരോന്നുണ്ട്. ഒരു പപ്പടം തന്നെ ആദ്യം എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഓരോരോ കറികളായിട്ട് നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം. ഇത് പായസമാണ്. പിന്നെ ഇതാ തൈരാണ്. ഓരോരോ കറികളും നമുക്ക് ഇവിടെ ആയിട്ട് ആദ്യം എടുത്ത് വെച്ച ശേഷം എന്താണെന്നൊക്കെ നോക്കാം. ചെറിയൊരു തോരനുണ്ട്. കറികൾ ഇനിയുണ്ട്. കറികൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ കറികളൊന്നും വെക്കാൻ സ്ഥലമില്ല. കറികൾ കൊണ്ട് നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഇനി കറിയുണ്ടോ? ഇനിയും ഉണ്ട്. ഇത് വീണ്ടും 2 തോരൻ തന്നെയുണ്ട്. പിന്നെ ഇവിടെയാണ് റൈസ് നല്ലൊരു ക്വാണ്ടിറ്റിയിലുണ്ട്. കാരണം ഇത്രയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് 2 പേർക്ക് കഴിക്കേണ്ട തന്നെ ഉണ്ട് ഈ ഒരു റൈസ് തന്നെ. ഇവിടെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് സർവീസ്. ഇത്രയും സാധനത്തിന് 120 രൂപയാണ് ആയത്. പ്ലേറ്റിലേക്ക് ഇങ്ങനെ ചോറെടുത്തു. ഇത് പയറാണ്. പിന്നെ ഇത് കുറച്ച് വെജിറ്റബിളൊക്കെ കൂട്ടിയിട്ടുള്ളത് ഒരു തോരനാണ്. പിന്നെ പപ്പടം ഇവിടെ ഉണ്ട്.
ഈ കറിയൊക്കെ കൂടുതലും നല്ല രീതിയിലുള്ള വെള്ളമാണിത്. ഇതൊരു സാമ്പാറിൻ്റെ ഒരു മോഡൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 2 കറി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇത് എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കറികൾ കൂട്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് കഴിക്കാം. ട്രെയിൻ ഇപ്പോൾ ഗുഡൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പില്ല, നിർത്തുമോ നമുക്ക് നോക്കാം. അവിടെ ഒരു ചേട്ടൻ ചാടി കയറി. അവിടെയൊക്കെ ഉണ്ട് ഈ പിന്നെ സമൂസ, വെള്ളം അതൊക്കെ വെക്കുന്ന ആൾക്കാർ ഓരോരോ കോച്ചുകളിലേക്ക് കയറുന്ന നമുക്ക് കാണാം. ഇവർക്ക് ഓരോരോ കോച്ചിലേക്ക് ചാടി കയറും. ഒരാൾ കയറി. ഈ പോക്ക് കണ്ടിട്ട് ഇവിടെ നിർത്തുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. ഒരു ചേട്ടനെ ഇവിടെ കേറി. ബിരിയാണി 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 ചിക്കൻ ബിരിയാണി. നെല്ലൂർ എത്തിയ സമയത്ത് വിവേക് എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇവിടെ സ്റ്റെക്കായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ അകത്തെ കാഴ്ച വേണ്ട, ഒരു ബർത്തിൽ 6-7 ആൾക്കാരൊക്കെയാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ കോച്ചിലേക്ക് എങ്ങനെ പോവും? നിങ്ങളിത് കാണുന്നില്ലേ? ഡോറിൻ്റെ അടുത്ത് അതിനെക്കാട്ടും ആൾക്കാരുണ്ട്. ആൾക്കാരല്ലേ? യെസ്. 3:47 ട്രെയിൻ ഇത് ഓങ്കോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഹൗഡ തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ്. നേരത്തെ നെല്ലൂരിൽ നിന്ന് S7ലേക്കാണ് പോയത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ എടുക്കാമെന്ന് പോയതാണ്. പക്ഷേ നിന്ന് തിരിയാനുള്ള സ്ഥലം പോലും ആ ഒരു സ്ലീപ്പർ ക്ലാസ്സിലില്ല. എല്ലാ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അവസ്ഥ സെയിം തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ല, ക്യാമറ എടുത്തിട്ട് നടക്കാൻ പറ്റില്ല, അത്രമാത്രം തിരക്കാണ്. ഒരു ബെർത്തിലേക്ക് എത്ര പേരാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് സ്ലീപ്പർ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാൻട്രി കാർ വഴിയാണ് നമ്മുടെ ഈ കോച്ചിലേക്ക് കയറിയത്. പാൻട്രി കാറൊക്കെ കാണുമ്പോൾ വെറും എന്താ പറയാ, ഒരു കാലിത്തൊഴുത്ത് പോലെയാണ്. വൃത്തിയില്ല. ഒരു വെള്ളം പോലും അതിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ തോന്നില്ല ആ ഒരു പാൻട്രി കാർ കണ്ടാൽ. പിന്നെ സ്ലീപ്പറിന്റെ അവസ്ഥ ഒന്നും പറയുന്നില്ല, ദയനീയമായ അവസ്ഥയാണ്. കാരണം എനിക്കൊന്ന് ജനറൽ ടിക്കറ്റും വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റും എല്ലാം കൂട്ടത്തോടെ ഇങ്ങനെ ഇടിച്ച് കയറി വരും. നമ്മുടെ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇപ്പം ഡെയിലി വേണ്ടിയായിട്ട് പോലും ഭയങ്കര തിരക്കാണ്. ഞങ്ങളുണ്ടല്ലോ 2022 ഈ വിവേക് എക്സ്പ്രസിന് ദിബ്രുഗഡിൽ നിന്ന് കന്യാകുമാരി വരെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം അന്നേരം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും മാത്രമല്ല, അതായത് ദിബ്രുഗഡിൽ നിന്ന് ശനിയാഴ്ച മാത്രം, കന്യാകുമാരിയിൽ നിന്ന് വ്യാഴാഴ്ച മാത്രം, അങ്ങനെയാണ് വണ്ടി ഉണ്ടായത്. ഇത് 2023 മാർച്ച് മാസത്തിൽ ഇത് സൂപ്പർ ഫാസ്റ്റ് ആക്കി. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ 2 ദിവസമാക്കി. പിന്നീട് ശേഷം തന്നെ ആഴ്ചയിൽ 4 ദിവസമാക്കി മാറ്റി ചെയ്ത് നമ്മുടെ വിവേക് എക്സ്പ്രസ്. അവിടെ തിരുച്ചിറപ്പള്ളി എവിടെ വലിയ പ്രശ്നമാക്കുന്നുണ്ടല്ലോ. അവിടെ ഈ നമ്മുടെ ബംഗാൾ ആസാം റൂട്ടിലേക്ക് എല്ലാ ഒച്ചപ്പാടും ബഹളാണ്. പറഞ്ഞു വന്നത് പിന്നീടാണ് ഈ പറഞ്ഞ വിവേക് എക്സ്പ്രസ് ഡെയിലി വണ്ടിയാക്കി മാറ്റിയത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് ഈ പറഞ്ഞ ഇതിനകത്തെ അവസ്ഥ ഇത് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലല്ല, അന്ന് ഞങ്ങൾ RICയിലാണ് മുഴുവൻ ദിബ്രുഗഡിൽ നിന്ന് കന്യാകുമാരി വരെ വന്നത്. അതിന്റെ വേറെ കാര്യം കൂടി ഉണ്ട്. അന്ന് സാധാരണ 74 മണിക്കൂർ യാത്ര സമയം വേണ്ടത് വണ്ടി 26 മണിക്കൂർ കൂടി ലേറ്റ് ആയിട്ടാണ് വന്നത്. അതായത് 100 മണിക്കൂറാണ് ഞങ്ങൾ ആ ട്രെയിനിൽ ഉണ്ടായത്. ശനിയാഴ്ച അവിടുന്ന് ദിബ്രുഗഡിൽ നിന്ന് കയറിയിട്ട് വ്യാഴാഴ്ചയാണ് കന്യാകുമാരി എത്തിയത്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, എന്നാലും സ്ലീപ്പറിന്റെ അവസ്ഥ നമുക്ക് വിജയവാഡ എത്തിയിട്ട് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം അല്ലേ. പുറമേ എന്തായാലും അത് പോയി ഒന്നുകൂടെ കാണിച്ചത്. കാരണം അതിന്റെ അകത്ത് പോയിട്ട് എന്റെ ദൈവം എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായ കൃഷ്ണ ഭാഗത്തായിട്ടാണ് വെള്ളം കൂടുതലായിട്ടുള്ളത്.
മുകളിൽ വന്നിട്ട് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ. പാലത്തിന്റെ നടുഭാഗത്തായിട്ട് ഇതാ ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. ഇത് വലിയ തൂണുകളാ നോക്കി. ഇതുവഴിയും ട്രാക്ക് ഉണ്ട്. ഇതാ ഇത് വണ്ടി വരുവാണെങ്കിൽ നല്ലൊരു വ്യൂ ആയാലും. ഇതേ ഈ ട്രാക്ക് വഴി ഒരു ട്രെയിൻ കടന്നു വരികയാണ്. അപ്പോൾ ഇത് ഗുഡ്സ് ട്രെയിനാണ്. അങ്ങനെ വിജയവാഡയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തൊട്ട് മുന്നിൽ APSRTC. അങ്ങനെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5:58 ട്രെയിൻ ഇതാ വിജയവാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടുന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ടാവും. വിജയവാഡയിൽ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് ഒന്നും കൂടെ വന്നിരിക്കുകയാണ്. ഇത് S3 ആണ്. ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ നോക്കിക്കോ. അകത്തേക്ക് കയറാൻ പറ്റില്ല, അത് വേറെ കാര്യം. നല്ല തിരക്കാണ്. നേരത്തെ പറഞ്ഞില്ലേ S7 കയറിയത്. എന്നാൽ ഇതൊക്കെ ഒരു വണ്ടി തന്നെയാണ്. സ്ലീപ്പറിന്റെ മുഴുവൻ അകത്ത് ഇരുട്ടായിട്ടാ കാണുന്നത്. ഈ ബുക്ക് ചെയ്തവർക്കൊക്കെ ബെർത്തും കിട്ടൂല, ഒന്നും കിട്ടൂല. ഇതാ ഫുള്ള് ലോഡായിട്ടാ ഉള്ളത് അവിടെ. ഇതാ ഇവർക്ക് കേറാൻ നോക്കാൻ പോലും പറ്റൂല. അല്ലേ, ഇവർക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ. ഇതാ അപ്പൊ ഇതാണ് ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്. സെക്കൻഡ് AC-യിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. ആ ചേട്ടനെ നമുക്ക് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. A2-ലാണ് ആ ചേട്ടനുള്ളത്. നമുക്ക് സെക്കൻഡ് AC-ൻ്റെ അകത്തോട്ട് കയറാം. നമ്മള് കുറെ നാളായിട്ടുള്ള ഒരു സൗഹൃദമാണ്. അപ്പം ചേട്ടന്റെ പേര് പറഞ്ഞു? പേര് വിനു എന്നാണ്. കൊണ്ടോട്ടിയാണ് വീട്. ആസാമിൽ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാർമസിസ്റ്റ് ആണ്. എവിടെയാണത്? അത് ടിൻസുക്കിയയിലാണ്. ഇപ്പോ ടിൻസുക്കിയ എന്ന് പറഞ്ഞാല് നമ്മുടെ ദിബ്രുഗഡ് എത്തുന്നതിന് മുന്നേ മെയിൻ സ്റ്റേഷൻ തന്നെയാണ്. അപ്പൊ അവിടം വരെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ യാത്ര പോകുന്നതിന് മുന്നേ തന്നെ ചേട്ടനോടായിട്ട് ഒരുപാട് സംസാരിച്ച് ഇങ്ങനെ ആക്കിയ ശേഷം തന്നെയാണ് യാത്ര തുടങ്ങുന്നത്. ഇപ്പൊ പാലക്കാട് പാലക്കാട്. അപ്പൊ സെക്കൻഡ് AC തിരക്കൊക്കെ എങ്ങനെയുണ്ട്? സെക്കൻഡ് AC ഇന്ന് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറച്ച് കൂടുതലാണ്. നടന്നു വരുമ്പോ തന്നെ കണ്ടു. RSC ഒക്കെ ഉണ്ട് കുറെ. പിന്നെ ചേട്ടാ ഞങ്ങളുണ്ടല്ലോ സ്ലീപ്പർ പോയിട്ടാ. എന്റെ അമ്മോ, നരകം തന്നെയാണ്. വീഡിയോക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ദൈവം എന്നും പറഞ്ഞു ജനറലൊക്കെ സെയിം ആണ്. വല്ലാത്ത അവസ്ഥ. ചേട്ടാ ഈ വണ്ടി തന്നെ അല്ലേ ദിബ്രുഗഡ് അങ്ങോട്ട് ഇങ്ങനെ പോകുന്നത്? അപ്പം എപ്പോഴും സെക്കൻഡ് AC തന്നെ. എനിക്ക് തോന്നുന്നു നമ്മുടെ തേർഡ് AC കുറച്ച് അധികം വലിയായിട്ട് ബുദ്ധിമുട്ട് തോന്നിയില്ല. ഞങ്ങൾക്ക് തോന്നിയില്ല. നാളെ വരെ മാൾഡേ വരെ ആയിരിക്കും അല്ലേ ഇങ്ങനെ ഒരു തിരക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങും. ഗുവാഹട്ടി കഴിഞ്ഞാൽ പിന്നെ ആൾമോസ്റ്റ്. അതെ അതെ. ട്രെയിൻ ഇപ്പൊ രാജമുണ്ട്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്ത പോലെ തന്നെയാണ് രാത്രിക്കും ഓർഡർ ചെയ്തിട്ടുള്ളത്, ഫുഡ് ഓൺ ട്രാക്ക് വഴി. അപ്പോൾ അവിടുന്ന് നമുക്കുള്ള ഭക്ഷണം നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടുതരും. 8:58 ട്രെയിൻ ഇതാ രാജമുണ്ട്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഭക്ഷണം ഇതാണ്. 8 റൊട്ടിയാണ് പറഞ്ഞത്. 4 റൊട്ടിയും അതുപോലെ തന്നെ ഒരു വെജ് കറിയും കൂടി ഉണ്ട്. കണ്ടിട്ട് നല്ലൊരു എണ്ണമയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രി കഴിക്കുന്ന ഭക്ഷണം. ബാക്കിയുള്ള റൊട്ടി ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഒരു കക്കിരി കൂടിയുണ്ട്. വലിയൊരു പ്ലേറ്റ് തന്നെ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ട്രെയിൻ പുറപ്പെടേണ്ട സമയമാകുമ്പോൾ പെട്ടെന്നാണ് അവർ ഓടി വന്നത്. വിവേക് എക്സ്പ്രസ്സിലെ 2ാമത്തെ രാത്രി കൂടി ആയിരിക്കുകയാണ്. അദ്ദേഹം എല്ലാം വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പില്ലോയ്ക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ
പുതക്കാനുള്ള ഒരു പുതപ്പും. രാത്രിക്ക് നല്ല തണുപ്പുണ്ടെങ്കിൽ വേറൊരു ഷർട്ടും കൂടെ എടുത്തിടേണ്ടി വരും, കാരണം കമ്പിളിന്ന് പിന്നെ എടുത്ത് പുതക്കാൻ പറ്റില്ലല്ലോ. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും 1575 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ആന്ധ്രാപ്രദേശിലെ സമൽകോട്ട് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിയായി കറക്റ്റ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. കാക്കിനാടയിലേക്ക് ഇവിടുന്ന് 12 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇവിടെ ആന്ധ്രാപ്രദേശിലെ സമൽകോട്ട് വെച്ച് ഒന്നാമത്തെ ഭാഗം വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തത് ദുവാഡ, അത് കഴിഞ്ഞിട്ട് വിശാഖപട്ടണത്ത് എത്തിയിട്ട് ലോക്കോ റിവേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസം നമുക്ക് രണ്ടാമത്തെ പാട്ട് മിക്കവാറും നമുക്ക് ഒഡീഷയിൽ വെച്ച് കാണാം. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു മറ്റു ബൈ.